Interest calculation. Tally has the option to use simple mode interest calculation and advanced mode interest calculation. Generally, interest calculation on overdue bills or delayed payments and on loans. Interest is the income to the receiver and expense for the payer. ടാലി നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് നമ്മൾ റിസീവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻകം, അതുപോലെ തന്നെ പേ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അതൊരു എക്സ്പെൻസുമാണ്. എങ്ങനെയാണ് നമ്മൾ ടാലിയിൽ ഈ ഇൻട്രസ്റ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. സ്റ്റെപ്പ് 1, ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. ആദ്യം തന്നെ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ മോഡ് ആക്ടിവേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ എത്രത്തോളമാണ് നമ്മൾ കൊടുക്കാനുള്ള എമൗണ്ടിനാണെങ്കിൽ അത് ആ എമൗണ്ട് നമ്മളൊരു സപ്ലയറിന് എമൗണ്ട് കൊടുക്കാനുണ്ട് ഒരു പർട്ടിക്കുലർ ഡേയിൽ, അപ്പോൾ വിത്ത് ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ആ എമൗണ്ട് കൊടുക്കേണ്ടത് എങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫീച്ചറാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ മോഡ്. അപ്പോൾ ആ മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ മോഡ് ആക്റ്റീവ് ചെയ്യണം. അത് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവാം. F11 അക്കൗണ്ടിംഗ് ഫീച്ചർ എടുക്കാം. F11 കമ്പനി ഫീച്ചർ കണ്ടെയ്ൻസ് ഓപ്ഷൻ ടു ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഫോർ ദി കമ്പനി. നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും കമ്പനി ഫീച്ചേഴ്സിനുള്ളിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷന് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം. ഇൻട്രസ്റ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് അതിലുണ്ടാവും. അതിനുശേഷം നിങ്ങൾ അക്കൗണ്ടിംഗ് ഫീച്ചേഴ്സിലുള്ള സ്ക്രീൻ നോക്കുക. ഈ സ്ക്രീനിൽ നിങ്ങളോട് ചോദിക്കും ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ആക്ടിവേറ്റ് ചെയ്യണോ എന്നുള്ളത് ചോദിക്കും. ആ സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാം ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. അപ്പോൾ നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുക, യെസ് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ചോദിക്കും മെയിൻറ്റെയിൻ ബിൽ വൈസ് ഡീറ്റെയിൽസ്, യെസ് കൊടുക്കുക. യൂസ് അഡ്വാൻസ് പാരാമീറ്റേഴ്സ് സെറ്റ് ഇറ്റ് നോ. അഡ്വാൻസ് പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യുന്ന യൂസ് ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്, അത് നമ്മൾ യെസ് കൊടുക്കുക. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് സ്ക്രീനിൽ നോക്കിയാൽ കാണാം. We have to create a customer ledger with interest activated, or we can edit existing ledger for activating interest calculation for the particular party. നമുക്ക് ഒരു പുതിയ ലെഡ്ജർ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ട് അതെല്ലാം ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ലെഡ്ജറിൽ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടും ഈ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ഫീച്ചർ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോകുക, അക്കൗണ്ട്സ് ഇൻഫോ എടുക്കുക, ലെഡ്ജർ എടുക്കുക, എന്നിട്ട് അതിൽ ഓൾട്ടർ അല്ലെങ്കിൽ ക്രിയേറ്റ് കൊടുക്കുക. ഈ ലെഡ്ജർ ക്രിയേഷൻ സ്ക്രീൻ എടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾട്ടറേഷൻ സ്ക്രീനിൽ നമ്മൾ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോളോയിങ് ഓപ്ഷൻസ് കാണാൻ പറ്റും. അതായത് ക്രെഡിറ്റ് പീരീഡ് എത്രയാണെന്നുള്ളത് ചോദിക്കും. നമ്മുടെ പീരീഡ് ഓഫ് ക്രെഡിറ്റ് സാധാരണ മന്ത്ലി ബേസിലാവുന്ന സമയത്ത് നമുക്ക് 30 days പീരീഡ് ഓഫ് ക്രെഡിറ്റ് എടുക്കാവുന്നതാണ്. ദെൻ നമുക്ക് ആക്ടിവേറ്റ് ഇൻട്രസ്റ്റ് കാൽക്കുലേഷനിൽ യെസ് കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ സ്ക്രീന് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ ലെഡ്ജർ മോഡിൽ നമ്മുടെ ആക്ടിവേറ്റ് ആയി കഴിയും. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ സ്ക്രീനിൽ ഇൻട്രസ്റ്റ് പാരാമീറ്റർ കാണിക്കും. അതിനകത്ത് ഉണ്ടാവുക ഇൻട്രസ്റ്റ് ട്രാൻസാക്ഷൻ ബൈ ട്രാൻസാക്ഷൻ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അത് നമ്മൾ യെസ് കൊടുക്കുക. അതുപോലെ തന്നെ ഓവർ റൈഡ് പാരാമീറ്റർ ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ യെസ് കൊടുക്കുക. പിന്നെ ഇൻട്രസ്റ്റിന് എത്രയാണോ റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ആ റേറ്റും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യും. നെക്സ്റ്റ് ഓവർറൈഡ് പാരാമീറ്റർ ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ പാരാമീറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ ഇൻട്രസ്റ്റിന്റെ റേറ്റും സ്റ്റൈലും ഒക്കെ നമ്മൾ സെയിൽസ് വൗച്ചർ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളോട് ചോദിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഒരു ഇൻട്രസ്റ്റിന്റെ സ്റ്റൈൽ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇൻട്രസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക്
30 days per month അല്ലെങ്കിൽ 365 days per year അല്ലെങ്കിൽ calendar month calendar year അങ്ങനെ ഏത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിന്റെ പാരാമീറ്റർ മോഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഈ സെലക്ട് ചെയ്ത മോഡ്, ഇതിൽ ഏത് മോഡാണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ആ മോഡ് നമ്മൾ സേവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇനി മൂന്നാമതായിട്ട് നമ്മൾ സെയിൽസ് വൗച്ചർ എൻട്രി എങ്ങനെയാണ് ഇതിൽ എൻട്രി ചെയ്യുന്നത് നോക്കുക. സെയിൽസ് വൗച്ചർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പാരാമീറ്റർ എത്രയാ റേറ്റ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. എങ്ങനെയാണോ എന്നുള്ളത് നോക്കിയിട്ട് അതിന്റെ റേറ്റ് എത്രയാണെന്നുള്ളത് നോക്കുക, ആ റേറ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ ഈ എൻറ്റർ ചെയ്തിട്ടുള്ള മോഡ് നിങ്ങൾക്ക് കാണണമെങ്കിൽ വ്യൂ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ആ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവുക, ഡിസ്പ്ലേയിൽ പോവുക, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് എടുക്കുക. അതിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, ഇൻട്രസ്റ്റ് റിസീവബിൾ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എൻറ്റർ ചെയ്ത ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പാരാമീറ്റർ എത്രയാ റേറ്റ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. എങ്ങനെയാണോ എന്നുള്ളത് നോക്കിയിട്ട് അതിന്റെ റേറ്റ് എത്രയാണെന്നുള്ളത് നോക്കുക, ആ റേറ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ ഈ എൻറ്റർ ചെയ്തിട്ടുള്ള മോഡ് നിങ്ങൾക്ക് കാണണമെങ്കിൽ വ്യൂ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ റിപ്പോർട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ആ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗേറ്റ്വേ ഓഫ് ടാലിയിൽ പോവുക, ഡിസ്പ്ലേയിൽ പോവുക, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് എടുക്കുക. അതിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, ഇൻട്രസ്റ്റ് റിസീവബിൾ ഇത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എൻറ്റർ ചെയ്ത ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. Calculated interest does not affect the books of account. This has to be accounted if needed. Normally, when we debit a party account, we issue document called debit note. We have to create a debit note in Tally and send a printout to the party. For that, go to Gateway of Tally, Accounting Voucher, Debit Note. Control F9 press ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് debit note കിട്ടുന്നതായിരിക്കും.